പരിശുദ്ധമായ റമദാൻ മാസവും അതിനെ തുടർന്നുള്ള പെരുന്നാളും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടാൻ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം പരിപൂർണമായും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ കൂട്ടിയ കർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടൊപ്പം തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ നാവ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷന് വേണ്ടി തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വ്യത്യസ്തങ്ങളായ പാർട്ടിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പലതരത്തിലുള്ള വാഗ്വാദങ്ങളും സംസാരങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. റമദാൻ കഴിഞ്ഞ് അതിൻ്റെ പവിത്രത ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത് നേടിയെടുത്ത ഒരു സമയത്ത് ഇത്തരമൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതുമായി ഇടപെട്ടും അല്ലാതെയും നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് നൽകുന്ന നാവിനെയും ചുണ്ടിനെയും പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബലദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് മനുഷ്യന് രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, വലിസാനം വശഫതൈൻ, അവന് ഒരു നാവും രണ്ട് ചുണ്ടുകളും നാം നൽകിയില്ലേ. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയണം എന്നുമില്ല. നാവും ചുണ്ടുകളും ഉണ്ടെങ്കിലും സംസാരം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു കഴിവാണ്. സംസാരിക്കാൻ കഴിയാത്ത ഊമകളായിട്ടുള്ള ആളുകൾ, അവർക്ക് നാവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് നാവുണ്ട് രുചി അറിയാൻ, അവർക്ക് ചുണ്ടുകളുണ്ട്, പക്ഷെ അവർക്ക് സംസാരിക്കാൻ കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല. അത് കാണുമ്പോഴാണ്, അറിയുമ്പോഴാണ് സംസാരിക്കാനുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുക. എന്നാൽ ആ അനുഗ്രഹം ഒരിക്കലും നമുക്ക് വിലങ്ങുതടിയാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ വിശ്വാസം നേരെയാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു വെക്കണം, നേരെയാക്കണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരു മനുഷ്യന്റെ ഹൃദയം നേരെയാകും വരെ അവന്റെ വിശ്വാസം നേരെയാവുകയില്ല. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, ഒരുവന്റെ നാവ് നേരെയാകുന്നത് വരെ അവന്റെ ഹൃദയവും നേരെയാവുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാവ് നല്ല രൂപത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ്, നന്നാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയം നന്നാകുന്നത്. നമ്മുടെ ഹൃദയം നന്നാകുമ്പോൾ, നേരെയാകുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം നേരെയാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തകർന്നു പോകും, അത് നഷ്ടപ്പെട്ടു പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മകളിൽ ഏറ്റവും കൂടുതൽ അവന്റെ നാവ് കൊണ്ടാണ് എന്നാണ്. അക്സറു ഖതായ ഇബ്നു ആദം ഫീ ലിസാനിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആദം സന്തതിയുടെ മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം തിന്മകളും അതവന്റെ നാവ് കൊണ്ടാണ് എന്നാണ്. നമ്മുടെ കൈകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, നമ്മുടെ കാതുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈംഗികാവയവങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുന്ന തിന്മകളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യനെ അവന്റെ നരകം വാങ്ങിച്ചു കൊടുക്കുന്നത്, അവന്റെ സ്വർഗം നഷ്ടപ്പെടുത്തി കൊടുക്കുന്നത് അതവന്റെ നാവാണ്. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് തിന്മകൾ നേടിയെടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നാവ് ഒരുവന്റെ നന്മകൾ നഷ്ടപ്പെടുത്തുമെന്നുള്ളതും അവനെ നരകത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതും കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ല അസ്സഖഫി റഹിമഹുല്ലാഹ് വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹദ്ദിസ്നി ബി അംരിൻ അഅ്തസിമു ബിഹി, റസൂലേ, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു നൽകണം, എനിക്ക് മുറുകെ പിടിക്കേണ്ട, ഞാൻ നേരെ നിലകൊള്ളേണ്ട ഒരു കാര്യം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ് സുമ്മ ഇസ്തഖിം, നീ അല്ലാഹുവാണെന്ന് റബ്ബെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം, പിന്നെ അതിൽ അടിയുറച്ച് ഇസ്തിഖാമത്തോടുകൂടി നീ ജീവിക്കണം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ,
റസൂലേ, എൻ്റെ മേൽ താങ്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്, പേടിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ തൻ്റെ നാവ് പിടിച്ചു, തൻ്റെ കൈ കൊണ്ട് വലം കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ, ഇതാണ് എന്നാണ്. ആളുകളിൽ നിന്ന് പ്രവാചകൻ ഭയപ്പെടാൻ പറഞ്ഞതും പ്രവാചകന് ഭയപ്പെട്ടതും നാവാണ്. കാരണം മറ്റുള്ളവരുടെ നാവുകൾ കൊണ്ട് ആ ആളുകൾ നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകൾക്കിടയിൽ ഒരുവന്റെ അഭിമാനവും ഒരുവന്റെ വിലയും നിലയുമെല്ലാം നഷ്ടപ്പെടുത്താൻ നാവ് കൊണ്ട് സാധ്യമാകും. നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാളെ കുറിച്ച് മറ്റുള്ള ആളുകളോട് അവരറിയാത്ത കാര്യങ്ങൾ, അത് ഈ പറയപ്പെട്ട വ്യക്തിയിൽ ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, അതൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് അവനെക്കുറിച്ച് അവന്റെ നിലയും വിലയും ഇല്ലാതാക്കുന്ന, അവന്റെ അഭിമാനം ഇല്ലാതാക്കി കളയുന്ന, അവനെ ചെറുതാക്കി കാണുന്ന, ഇവന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള എല്ലാ വിലയും ഇല്ലാതാക്കി കളയുന്ന രൂപത്തിൽ സംസാരിക്കുവാൻ ഒരു വ്യക്തിയുടെ നാവ് കൊണ്ട് സാധ്യമാകും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് അവരുടെ നാവിനെയാണ്. പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിച്ചു, മൻ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരുവന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നുമാണോ മറ്റുള്ള മുസ്ലിങ്ങൾ നിർഭയനാകുന്നത്, സുരക്ഷിതനാകുന്നത്, അവൻ മാത്രമാണ് മുസ്ലിം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെടുന്നില്ല എങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നമ്മൾ മുസ്ലിമല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആളുകളെ കുറിച്ച് മോശം പറയുന്നുവെങ്കിൽ, ആളുകളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ നമ്മൾ മുസ്ലിമല്ല. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണോ അല്ലയോ, അല്ലെങ്കിൽ ആകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരിക്കൽ യാത്ര ചെയ്യുകയുണ്ടായി. ആ യാത്രാവേളയിൽ റസൂലും മുആദ് ഇബ്നു ജബലും റളിയല്ലാഹു അൻഹു തമ്മിൽ ധാരാളം സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, വല ഉഖ്ബിറുക ബിറഅസിൽ അംരി കുല്ലിഹി വഅമൂദിഹി വദർവതി സലാമിഹി, മുആദേ, ഞാൻ നിനക്ക് കാര്യങ്ങളുടെ അടിസ്ഥാനം, അതിന്റെ തലയും അതിന്റെ ചില്ലകളും അതിന്റെ അടിസ്ഥാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു നൽകട്ടെയോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ബല, എനിക്ക് പറഞ്ഞു നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅസുൽ അംരി അൽ ഇസ്ലാം, ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനം, അതിന്റെ തല എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാം ഇല്ലാതെ ഒരു മനുഷ്യൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഏതൊരു കാര്യവും അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, അമൂദുഹു അസ്വല, ഇസ്ലാം എന്ന് പറയുന്ന കാര്യത്തിന്റെ തലയാണ്, ഒരു വിഷയത്തിന്റെ തലയാണെങ്കിൽ അതിന്റെ അമൂദ്, അതിന്റെ അടിസ്ഥാനം, അതിന്റെ തണ്ട് എന്ന് പറഞ്ഞാൽ, അത് നിലനിൽക്കുന്ന, അതിനെ താങ്ങി നിർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണ്. നമസ്കാരം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുടെ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകും. വദർവതു സനാമിഹി അൽ ജിഹാദു, അതിനെ നിലനിർത്തുന്ന, അതിന്റെ ശാഖയെ കൊണ്ട് പ്രവാചകനെ പഠിപ്പിക്കുന്നു അത് ജിഹാദാണ് എന്ന്. ഇത് പഠിപ്പിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, അല ഉഖ്ബിറുക ബിമലാകി ദാലിക കുല്ലി, ഈ പറയപ്പെട്ട കാര്യം, ഇസ്ലാമും നമസ്കാരവും ജിഹാദും, അതെല്ലാം നിനക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകട്ടെയോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു. ആ സഹാബി സ്വാഭാവിക മറുപടി പറയുന്ന, റസൂൽ, എനിക്ക് പഠിപ്പിച്ചു നൽകണമെന്നാണ്, എനിക്കത് പറഞ്ഞു നൽകണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, മുആദേ, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം. നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചാൽ നിനക്ക് ഈ പറയപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയും. നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചിട്ടില്ല എങ്കിൽ നിന്റെ നമസ്കാരവും നിന്റെ ഇസ്ലാമും നിന്റെ ജിഹാദും എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഒരൊറ്റ അവയവം കൊണ്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ, ആ സഹാബിയെ പഠിപ്പിക്കുന്നു. ഇത് കേട്ട് ഭീതിപൂർവം ആ സഹാബി ചോദിക്കുകയാണ്, റസൂലേ, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, റസൂലേ, ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ പിടിക്കുമോ? പരലോകത്ത് നമ്മൾ സംസാരിച്ച നമ്മുടെ വിഷയങ്ങൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട് ഞാൻ പിടികൂടപ്പെടുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുആദേ, അങ്ങനെ സംഭവിക്കുമെന്നാണ്. ആളുകൾ നരകത്തിലേക്ക്, ഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, മനുഷ്യൻ നരകത്തിലേക്ക് മുഖം കുത്തിക്കൊണ്ട് നരകത്തിയിലേക്ക് വീഴുന്നതിന് കാരണം അവന്റെ നാവ് കൊയ്തെടുത്ത കാര്യങ്ങളെ കൊണ്ടാണ്. ഒരുവന്റെ നാവ് കൊയ്തെടുത്ത വിളവ് കാരണത്താലാണ് ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് എന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിനെ സൂക്ഷിക്കേണ്ടതിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകനെ പറഞ്ഞു, ഇംലിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം. വൽയസഅക ബൈതുക്, നീ നിന്റെ വീട് വിശാലമാക്കണം. വബ്കി അലാ ഖതിയതിക്, നിന്റെ പാപങ്ങളുടെ വിഷയത്തിൽ നീ കരയുകയും വേണം. അതാണ് നിന്റെ വിജയം, അതാണ് നിന്റെ രക്ഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നാവിന്റെ വിപത്തുകൾ, നാവിന്റെ ഭവിഷ്യത്തുകൾ, നാവ് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന നഷ്ടങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവിനെ പിടിച്ചു വെക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നവന് ഞാൻ സ്വർഗം ഗ്യാരണ്ടി നൽകാമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ തന്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിന്റെയും തന്റെ രണ്ട് തുടകൾക്കുള്ള ഇടയിലുള്ളതിന്റെയും എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അഥവാ നാവ് കൊണ്ടും തന്റെ ലൈംഗികാവയവത്തിനും അതുകൊണ്ട് തിന്മകൾ ചെയ്യില്ല എന്ന് പ്രവാചകന്റെ ജാമ്യം നിൽക്കുന്നവൻ ആരുണ്ടോ അബുബലുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകാം, അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആ ഉറപ്പ് കൊടുക്കുവാൻ പ്രവാചകനെ കൊടുക്കുന്നതല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും സ്വമേധയാ ആ ഉറപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. എൻ്റെ നാവിനെ ഞാൻ പിടിച്ചു വെക്കും, എൻ്റെ ലൈംഗികാവയവത്തെ ഞാൻ പിടിച്ചു വെക്കും, അതുകൊണ്ട് നരകം വാങ്ങുന്ന അവസ്ഥ എനിക്കുണ്ടാകില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നാവിനെ പിടിച്ചു വെക്കുന്നില്ല എങ്കിൽ അത് വലിയ വിപത്താണ്, അത് വലിയ വിഷജന്തുവാണ് എന്ന് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കവിയുടെ കവിത നമുക്ക് കാണാൻ സാധ്യമാകും, ഇഹ്ദർ ലിസാനക അയ്യുഹൽ ഇൻസാനു, അല്ലയോ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. ലാ യൽദഗന്നക ഇന്നഹു സഅബാനു, നിന്റെ ആ നാവെന്ന് പറയുന്ന പാമ്പ് അതൊരു വിഷപ്പാമ്പാണ്, അതുകൊണ്ട് നീ ഒരാളെയും കൊത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല. നാവ് എന്ന പാമ്പ്, വിഷജന്തു, അത് ആളുകളെ കൊത്തുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. നാവ് എന്ന മറ്റുള്ളവർക്ക് നാവാകുന്ന പാമ്പ് നിന്നെ കൊത്തുന്ന അവസ്ഥയും നിനക്കുണ്ടാകുവാൻ പാടില്ല. കാരണം എന്താണ്? കം ഫിൽ മഖാബിരി മിൻ സരീഇ ലിസാനിഹി, ആ നാവിന്റെ കുത്ത് ഏൽക്കാത്ത, ആ നാവിന് ഇരയായിട്ടുള്ള എത്രയെത്ര ആളുകളാണ് ഇന്ന് 6 അടി മണ്ണിൽ ഖബറിലായിട്ടുള്ളത്. നാവിന്റെ ഇരയായിട്ടുള്ള, നാവ് കൊണ്ട് ആ പാമ്പ്, നാവാകുന്ന പാമ്പ് കൊണ്ട് കൊത്തേറ്റ എത്രയെത്ര ആളുകളാണ് ഈ 6 അടി മണ്ണിലുള്ളത്. ആ നാവിനെ പേടിച്ച ആളുകൾ വലിയ വലിയ ശുജായിമാരുണ്ടായിരുന്നുവെന്നാണ്. ജീവിത കാലഘട്ടത്തിൽ വലിയ ശുജായിമാരായിക്കൊണ്ട്, ധീരന്മാരായിക്കൊണ്ട്, നാട്ടിലെ വീരശൂര പരാക്രമികളായി നടന്നിരുന്ന ആളുകളൊക്കെ ജീവിത കാലഘട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നും നാവിനെ പേടിച്ചവരായിരുന്നുവെന്ന്. അന്യന്റെ നാവിനെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥാവിശേഷം സമൂഹത്തിലെ വലിയ ശുജായികൾക്ക് പോലും ഉണ്ടായിരുന്നുവെന്നാണ്. നിങ്ങൾ നോക്കൂ, നാട്ടിലുള്ള നമ്മുടെ അവസ്ഥകൾ നിങ്ങൾ നോക്കൂ. ആരൊക്കെ വലിയ നിലയിലുള്ള ആളുകൾ അവരുടെ എല്ലാ അഭിമാനവും തച്ചു തകർക്കാൻ ചില ആളുകളുടെ കള്ളപ്രചരണങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട്. ആളുകളുടെ നാവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ നിലയും വിലയും ഇടിച്ചു താഴ്ത്തുവാൻ ചില ആളുകൾക്ക് കഴിയുന്നുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്നാണ്. മറ്റുള്ളവരുടെ നാവിനെ പിടിച്ചു വെക്കുവാൻ നമുക്കൊരാൾക്കും സാധ്യമാവുകയില്ല. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ എൻ്റെ നാവിനെ പിടിച്ചു വെക്കുവാൻ എനിക്ക് കഴിയും. എൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയാറുണ്ട്, വാള് കൊണ്ട് ഒരുവരെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് ഒരുപക്ഷെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, കുറച്ചു കഴിഞ്ഞാൽ പരിപൂർണ്ണ അതിൽ അടയാളം മാഞ്ഞു പോകും. പക്ഷേ നാവ് കൊണ്ട് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നാവ് കൊണ്ടുള്ള മുറിവ് ഒരു കാലത്തും ഉണങ്ങില്ല. പുറമേ അതൊന്ന് ഉണങ്ങിപ്പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടാകും. ആളുകളെ കുറിച്ച് നമ്മൾ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുകളെ കുറിച്ച് അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മൾ ചിലപ്പോൾ ആളുകളോട് പറയുക, നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരൊരിക്കലും ഈ പറഞ്ഞ കാര്യം അറിയില്ല എന്ന നിലക്കായിരിക്കും ചില ആളുകൾ പറയുക. ഗീബത്തും നമീമത്തും പരദൂഷണം പറയുന്നത് പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ നിന്നോട് മാത്രം പറയുന്ന കാര്യമാണത്, നീ ഇല്ലാതെ വേറെ ആരും ഇതറിയാൻ വേണ്ടി പാടില്ല, മൂന്നാമതൊരാള് ഇതറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും പറയുക. ഈ പറയുന്ന ഇതേ വർത്തമാനം 10 ആളുകളോട് പറഞ്ഞിട്ടുണ്ടാകും, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും.
ഈ പറയുന്ന ആളുകൾ മറ്റവരോട് പോയി പറയില്ല, മറ്റവനോട് പോയി പറയില്ല എന്നായിരിക്കും പറയുന്നവരുടെ ധാരണ. അങ്ങനെ ഞാൻ പറയുന്നത് നിനക്കൊരു പക്ഷെ വിശ്വാസാകൂല എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുക. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് കളവായിരിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ വിശ്വാസം ചോദിച്ചു വാങ്ങുന്നുവെങ്കിൽ അത് കളവായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം സത്യമായ ഒരു കാര്യമാണ് എങ്കിൽ ആളുകളുടെ വിശ്വാസത്തെ നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ മതി. നമ്മൾ ആളുകളുടെ വിശ്വാസത്തെ ചോദിച്ചു വാങ്ങുന്നുവെങ്കിൽ അത് പരിപൂർണ്ണമായി കളവായിരിക്കാനേ കൂടുതലും സാധ്യതയുള്ളൂ. സത്യമായിരിക്കുവാൻ വളരെ കുറഞ്ഞ സാധ്യത മാത്രമാണുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ പറയുന്ന അവസ്ഥാവിശേഷം നമുക്കുണ്ടാകുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ശിക്ഷകൾ ലഭിക്കുന്ന കാര്യമായിട്ടാണ് നാവ് കൊണ്ട് പരദൂഷണം പറഞ്ഞ കാര്യത്തെ പഠിപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ ഒരിക്കൽ നടന്നു പോകുമ്പോൾ രണ്ട് ഖബറുകൾക്കിടയിലൂടെ നടന്നുപോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, നിശ്ചയമായും ഈ രണ്ടാളുകൾ, ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ അവരിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അവരൊരിക്കലും വലിയ തിന്മകൾ ചെയ്ത കാരണത്താലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആളുകൾ വലിയ തിന്മയായിക്കൊണ്ട് കാണുന്നതല്ല എന്നാണ്. ജനങ്ങളോട് നിസാരമായി കാണുന്ന തിന്മകൾ കൊണ്ടാണ് അവർ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത്. അതിൽ ഒന്നായി പ്രവാചകനെ പഠിപ്പിച്ചത് അതിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ നമീമത്തുമായി നടക്കുന്നവരാണ്. ആളുകളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും മറ്റുള്ളവർക്കിടയിൽ പറഞ്ഞു നടക്കുന്നവരാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട കാര്യമാണത്. ആളുകളെ കുറിച്ച് ആവശ്യവും അനാവശ്യവും ഒരുവന് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് നമ്മൾ പറയാൻ വേണ്ടി പോണ്ട. ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് ഒരുവന്റെ അഭിമാനത്തില്ലാതെ കളയുന്നത്. സംസാരിക്കുമ്പോൾ തന്നെ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാത്തതൊന്നല്ലല്ലോ പറയുന്നത്, ഉള്ളതല്ലേ പറയുന്നത് എന്നാണ് ആളുകൾ ന്യായവാദം. ഞാൻ ഇല്ലാത്തതൊന്നുമല്ലല്ലോ, ഉള്ളതല്ലേ പറയുന്നത് എന്നാണ് ന്യായവാദം. ആ ഉള്ളത് പറയേണ്ട ആവശ്യം എന്താണ്? ഒരു മനുഷ്യൻ ചെയ്തതാകട്ടെ, ഒരു മനുഷ്യൻ ചെയ്യാത്തതാകട്ടെ, എന്തിനാണ് നമ്മൾ അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആളുകളോട് സംസാരിക്കുന്നത്? നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ, നമ്മൾ ഖബറിൽ പോലും ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ ആയിത്തീരുന്ന വിഷയമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ കാര്യം കൂടുതലും ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പറയുകയുണ്ട്, ഇന്നി റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കാണിക്കപ്പെട്ടു, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്. ഫതനാവൽതു മിൻഹാ ഉൻഖൂദൻ, ആ സ്വർഗത്തിൽ ഞാനൊരു മുന്തിരിക്കൊല കണ്ടു, അത് നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചു. വലൗ അഖൽതുഹു ലഅകൽതു മിൻഹു മാ ബഖിയത്തിദ് ദുനിയ എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. നിങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദുനിയാവ് ബാക്കിയാകുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വിശപ്പുണ്ടാവുകയില്ല എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. വറഅയ്തുൻ നാർ, എനിക്ക് നരകവും കാണിക്കപ്പെട്ടു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നുകൊണ്ട് പറയുകയാണ്, വറഅയ്തു അക്സറു അഖ്ലിഹാ അന്നിസ, നരകത്തിൽ ഞാൻ ഭൂരിഭാഗവും കണ്ടത് സ്ത്രീകളെയാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി, റസൂലേ, അവർ ലിമയാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിൽ കൂടുതലായിട്ടുള്ളത്? പ്രവാചകനെ പറഞ്ഞു, ലികുഫ്രിഹിന്ന, അവരുടെ കുഫ്ർ കൊണ്ടാണ്, അവരുടെ നിഷേധം കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിച്ചു, റസൂലേ, അയക്ഫുർന ബില്ലാഹ്, അവർ അല്ലാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടാണോ? പ്രവാചകൻ പറഞ്ഞു, അല്ല, വയക്ഫുർനൽ അശീർ വയക്ഫുർനൽ ഇഹ്സാൻ, അവർ കുടുംബത്തെയാണ് നിഷേധിക്കുന്നത്, അവർ ഭർത്താവിന്റെ നന്മകളെ നിഷേധിക്കുന്നു, ആളുകളുടെ നന്മയെ നിഷേധിക്കുന്നു. ഒരു വ്യക്തി ഒരു പെണ്ണിനെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നന്മകൾ ചെയ്താലും എന്നിട്ട് നിന്നിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, അവൾ ആവശ്യപ്പെട്ട കാര്യം നീ ചെയ്തു കൊടുക്കാതിരുന്നാൽ, അവൾ പറയും, നിങ്ങൾ ഇന്നേവരെ എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ എന്തെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന രൂപത്തിലുള്ള വർത്തമാനം അവളുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. ജനങ്ങളുടെ നന്മകൾ നിഷേധിക്കും, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സ്ത്രീകൾ അവരുടെ നാവ് കൊണ്ട്, അവരുടെ നാവിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടുതലും നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നല്ല ആളായിരിക്കും, നല്ല പെണ്ണായിരിക്കും എന്നൊക്കെ തോന്നുന്ന ആളുകൾ പോലും അവരുടെ നാവുകൾ കൊണ്ട് നേടിയെടുക്കുന്നത് വളരെ മോശപ്പെട്ട ഇമേജാണ് എന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സഹാബികളും ചോദിച്ചു, റസൂലേ, എനിക്കൊരു അയൽവാസിയുണ്ട്, ആ അയൽവാസി പെണ്ണ് അവൾ നന്നായി നമസ്കരിക്കുന്നവളാണ്, അവൾ രാത്രി നമസ്കരിക്കാറുണ്ട്,
നന്നായി സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുന്ന പെണ്ണാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന പെണ്ണാണ്. പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ട്. അവൾ തന്റെ അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊന്നും ചോദിച്ചില്ല. റസൂൽ പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അവളെന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. അവൾ നാവ് കൊണ്ട് ആളുകൾ ഉപദ്രവിക്കുന്നുവെങ്കിൽ അവൾ നരകത്തിലാണ്. മറ്റൊരു പെണ്ണിനെ കുറിച്ച് പ്രവാചകന്റെ സഹാബികൾ ചോദിച്ച റസൂലെ, വേറൊരു പെണ്ണുണ്ട്, അവൾ അധികം ഫർദ് നമസ്കാരങ്ങൾ നിസ്കരിക്കും, ഫർദായ നോമ്പുകൾ എടുക്കും, ആവശ്യത്തിന് കുറച്ചൊക്കെ സുന്നത്തും അവൾ നിർവഹിക്കാറുണ്ട്, പക്ഷേ അവൾ നാവ് കൊണ്ട് അയൽവാസി ഉപദ്രവിക്കാറില്ല. പ്രവാചകനെ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളെ കുറിച്ച്, അതിന്റെ ആധിക്യത്തെ കുറിച്ച്, അതിന്റെ കുറവിനെ കുറിച്ച് റസൂൽ ചോദിച്ചിട്ടില്ല. നാവ് കൊണ്ട് തന്റെ അയൽവാസിയെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നരകത്തിലാണെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇതൊരിക്കലും സ്ത്രീകൾക്ക് മാത്രം ബാധകമായ വിഷയമല്ല. നാവ് കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഇത് ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നാവിനെ സൂക്ഷിക്കുവാൻ കഴിയേണ്ടതുണ്ട്. കാരണം നമ്മൾ റമദാൻ മാസം നേടിയ നന്മകൾ അത് ധാരാളമുണ്ട്. അള്ളാഹു കബൂലാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ നന്മകൾ തുടർന്ന് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മുടെ നന്മകൾ നശിപ്പിച്ചു കളയുന്ന നാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ പറയാറുണ്ട്, ലിസാനുൽ ഫാസിഖി, ഒരു ഫാസിഖിന്റെ നാവ് എന്ന് ഒരു ബുദ്ധിമാന്റെ നാവ്, ലിസാനുൽ ആഖിലി ഖൽഫ ഖൽബിഹി, ഒരു ബുദ്ധിമാന്റെ നാവ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. വഖൽബുൽ ഫാസിഖി ഫീ ത്വറഫി ലിസാനിഹി, ഒരു തെമ്മാടിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് അവന്റെ നാവിന്റെ തുമ്പത്താണ്. ഒരു വിശ്വാസി അവനൊരു കാര്യം പറയുമ്പോൾ ഇതെനിക്ക് ഉപകാരമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നാലോചിച്ച് ഉറപ്പുവരുത്തിയേ പറയുള്ളൂ. ഇങ്ങോട്ടേക്ക് ഒരാൾ ഫസാദ് പറയാൻ, ഇങ്ങോട്ടേക്ക് ഒരാളുടെ ഗീബത്ത് പറയാൻ വേണ്ടി വന്നാലും അത് തന്റെ നന്മകളെ നശിപ്പിക്കുന്നതാണ് തിരിച്ചറിയുള്ളത് കൊണ്ട് തന്നെ എനിക്കതിൽ താല്പര്യമില്ല, നിർത്തിക്കോ എന്ന് പറയുന്നവനായിരിക്കും അവൻ. അതും വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഒരു ഫാസിഖിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം നാവിന്റെ തുമ്പത്താണ്. അവനങ്ങനെ പറയും, എന്താണ് പറയുക എന്നൊന്നും അവനക്ക് ഒരു നിശ്ചയം ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞ ശേഷമായിരിക്കും അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക, എന്ന് ചിന്തിക്കുക. അത് ഫാസിഖിന്റെ ലക്ഷണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയേണ്ടതുണ്ട്. നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പറയുന്ന കാര്യങ്ങൾ, നാവിനെ സൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധമാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ നന്മയാണ് സംസാരിക്കേണ്ടത്. ഇനി ഒരിക്കൽ നന്മ സംസാരിക്കാനില്ലേ, ഔ ലിയസ്മുത്, മിണ്ടാതിരുന്നാ മതി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ മൗനം കൊണ്ട് എനിക്ക് ഇന്നേ വരെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ എന്റെ സംസാരം കൊണ്ട് ഞാൻ പലപ്പോഴും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ട സഹാബി പോലും തന്റെ സംസാരങ്ങൾ കൊണ്ട് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാവിനെ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നന്മകളെ നശിപ്പിക്കുന്ന രൂപത്തിൽ ഗീബത്തും നമീമത്തും അന്യനെ കുറിച്ചുള്ള പരദൂഷണങ്ങളും നമ്മൾ സംസാരിക്കാതിരിക്കണം. ആളുകളെ മോശമാക്കുന്ന രൂപത്തിൽ രാഷ്ട്രീയ സംസാരങ്ങളിൽ, പ്രത്യേകിച്ചും കുടുംബ വിഷയങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇലക്ഷൻ നടക്കും, അത് വന്നും പോയിക്കൊണ്ടിരിക്കും, ആളുകൾ ജയിക്കും പരാജയപ്പെടും, പക്ഷേ നമ്മുടെ നാവ് നമ്മൾക്ക് ഈ സന്ദർഭത്തിൽ സംസാരങ്ങൾ കൊണ്ട് നരകം വാങ്ങി നൽകുന്ന കാര്യമായി മാറരുത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കുന്ന, അതുവഴി സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ധാരാളം നന്മകൾ നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കബൂലാക്കുമാറാകട്ടെ. ആ നന്മകൾ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്തുക? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മിൻ അലാമാതി ഖബൂലിൽ ഹസനതി അൽ ഹസനതു ബഅദഹ, നിങ്ങൾ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം നിങ്ങൾ വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. റമദാന്റെ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നന്മകൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ റമദാനിലെ നന്മകൾ തുടർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ പരിവർത്തിപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്രവാചകനെ പറഞ്ഞില്ലേ, മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാനെ മാസത്തിൽ നോമ്പെടുത്തു, എന്നിട്ട് അവൻ ശവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ അവൻ തുടർത്തുകയും ചെയ്തു, നിർത്തിയെന്നല്ല,
റമദാനിലെ നോമ്പെടുത്തിട്ട് ശവ്വാലിൽ പിന്നെയും 6 നോമ്പെടുത്താൽ കാന കസിയാമി ദഹർ, അവൻ ഒരു കൊല്ലം നോമ്പെടുത്തവനെ പോലെയാണ്. സഹോദരന്മാരെ, ശവ്വാലിലെ 6 നോമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ശവ്വാൽ 8. 6 നോമ്പുകൾ നമുക്ക് ഒരുപക്ഷെ തീർത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം, അല്ല പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചവർ ഉണ്ടായിരിക്കും. അനുവദനീയമാണ്. ശവ്വാൽ മാസം കഴിയുന്നതിന് മുമ്പ് ഈ 6 നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ആ കൂലി കിട്ടുകയുള്ളൂ. ഇടവിട്ടിട ദിവസങ്ങളിൽ നമുക്കത് അനുഷ്ഠിക്കാം. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ 13, 14, 15 ദിവസത്തിൽ ഒക്കെ ആയിക്കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ അനുവദനീയമാണ്. അല്ലെങ്കിൽ തുടർച്ചയായിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിക്കൊണ്ടൊക്കെ എങ്ങനെയാണോ സാധ്യമാകുന്നത് അതൊക്കെ അനുവദനീയമാണ്. ഈ മാസം കഴിയും മുമ്പ് നമ്മൾ അത് പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പിന്നെയാകാം എന്ന് നമ്മൾ പറഞ്ഞു വെച്ച് അവസാനം ശവ്വാൽ 2 ദിവസം ബാക്കിയുണ്ടാവും, 4 നോമ്പും ബാക്കിയുണ്ടാകും എന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും എത്താനും വേണ്ടി പാടില്ല. അതുകൊണ്ട് ആ നന്മകൾ നമ്മൾ തുടരാൻ നമ്മൾ ശീലിക്കണം. അതേ രൂപത്തിൽ എല്ലാ നന്മകളും റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ നമസ്കാരം ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തിയത് ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. രാത്രി നമസ്കാരം നമ്മൾ ശീലമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്. അവസാന 10 ഖിയാമിൽ നമസ്കരിച്ചവരുണ്ട്. അത് നമ്മൾ തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. അതേ 11 പറ്റുമെങ്കിൽ അങ്ങനെ നമസ്കരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന എണ്ണം എത്രയാണോ, ഒരു 3 ആണെങ്കിലും 3 റക്അത്തെങ്കിലും നമ്മൾ ഉറങ്ങും മുമ്പെങ്കിലും നമസ്കരിക്കുന്ന അവസ്ഥാവിശേഷം നമുക്കുണ്ടായിരിക്കണം. ഉറങ്ങി എഴുന്നേറ്റ് അത്താഴത്തിന് സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റുമോ, അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതിന് സാധ്യമാകുന്നില്ല എങ്കിൽ ഉറങ്ങും മുമ്പ് നമസ്കരിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. സ്വതക്ക നമുക്ക് ഇനിയും തുടരാൻ കഴിയേണ്ടതുണ്ട്. റമദാനിൽ എന്തെല്ലാം നന്മകളുണ്ടോ, വിശുദ്ധ ഖുർആൻ പാരായണം, നമ്മൾ ഖത്തം തീർത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഇനിയും നമ്മൾ ആ പാരായണം തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. ഖത്തം തീർക്കാൻ സാധ്യമാകുമെങ്കിൽ ഓരോ മാസത്തിലും അങ്ങനെ നമ്മൾ തീർക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഒരു ദിവസത്തിൽ കുറഞ്ഞ പേജ് നമ്മൾ നിശ്ചയിക്കണം. അത് സ്ഥിരമായി കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മൾ റമദാൻ ഓതിയ ഊത്തും റമദാൻ നിസ്കരിച്ച നിസ്കാരവും ഒക്കെ അള്ളാഹു കബൂലാക്കുകയുള്ളൂ. അതുകൊണ്ട് ആ നന്മകൾ തുടർത്തി കൊണ്ടുപോകുവാൻ നമ്മൾ പരിശ്രമിക്കുക. ആ നിലയ്ക്ക് നന്മകൾ ധാരാളമായി കൊണ്ട് തുടർത്തി കൊണ്ടുപോകാൻ കഴിയുന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് റമദാനിലെ നമ്മുടെ നന്മകൾ അള്ളാഹു കബൂലാക്കിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്ക് നമ്മൾ ആയിത്തീരേണ്ടതുണ്ട്. അതല്ല റമദാനിൽ കഴിഞ്ഞ് ഇനി അടുത്ത റമദാനായിട്ട് നോക്കാം എന്ന നിലപാടാണ് എങ്കിൽ, നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ, സഹോദരന്മാരെ, റമദാനിലെ നന്മകൾ കൊണ്ട് നമുക്ക് കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ.